നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് റെസിപ്പി കാണാം. പാഷൻ ഫ്രൂട്ട് കൂടുതലായിട്ട് കിട്ടുന്ന ഈ ഒരു സമയത്ത് ഇതേപോലെ സ്ക്വാഷ് ആക്കിയിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് ഇല്ലാത്ത സമയത്ത് അതല്ലെങ്കിൽ പെട്ടെന്നൊരു ജ്യൂസ് കുടിക്കണം, അത് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ സ്ക്വാഷ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാം. അപ്പോൾ ഈ ഒരു സ്ക്വാഷ് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ കേടുകൂടാതെ എങ്ങനെയാണ് കൂടുതൽ നാള് സൂക്ഷിച്ചു വെക്കാമെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു സ്ക്വാഷ് വെച്ചിട്ടുണ്ടാക്കുന്ന 2 ഡ്രിങ്കിന്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ നന്നായിട്ട് പഴുത്ത പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് മഞ്ഞ കളറിൽ പാഷൻ ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിനാകുമ്പോൾ കുറച്ചും കൂടെ മധുരം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. മഞ്ഞ കളറുള്ളതിന് ഇതിനേക്കാളും കുറച്ചും കൂടെ പുളി കൂടുതലുണ്ട്, അത്ര വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ഏതാണോ കിട്ടുന്നത് അതെടുക്കാം. ഇനിയിപ്പോൾ ഒരു 10 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ പൾപ്പ് കിട്ടും. മഞ്ഞ കളറുള്ളതാണെങ്കിൽ ഒരു 15 എടുത്തോ കേട്ടോ. നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പാഷൻ ഫ്രൂട്ട് എടുത്തു എന്നല്ല കേട്ടോ നോക്കുന്നത്. ഓരോ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ എത്ര പൾപ്പ് കിട്ടിയെന്നാണ് നോക്കുന്നത്. ആ പൾപ്പിനനുസരിച്ചാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ വലുതായതുകൊണ്ട് കൂടുതൽ പൾപ്പ് കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് 10 എടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് പുറത്തേക്ക് എടുക്കണം. പാഷൻ ഫ്രൂട്ടിന്റെ ഞെട്ടുള്ള ഭാഗത്തല്ല, അതിന്റെ അടിഭാഗത്തുനിന്ന് വട്ടത്തിൽ അങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് 2-3 തവണ അതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അതിന്റെ പൾപ്പങ്ങൊന്ന് ഇളക്കിയെടുക്കുക. അപ്പൊ തൊലിയുന്നത് വിട്ടു വന്നോളെ. എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് പാത്രത്തിലേക്ക് ഒന്ന് കമത്തി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ പാഷൻ ഫ്രൂട്ടിൽ നിന്നും പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കുരുന്നൊന്ന് വേർപെടുത്തി എടുക്കണം. അപ്പൊ അത് ഒന്നുമില്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് സമയം കൂടുതൽ എടുക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് പൾപ്പ് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1-2 തവണ അങ്ങ് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. പൾസ് ബട്ടൺ ഉണ്ടെങ്കിൽ പൾസ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ മിക്സിന്റെ ബട്ടൺ തന്നെ ഇടതുഭാഗത്തേക്ക് ഒന്ന് വിപ്പ് ചെയ്ത് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഇതേപോലെ പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുരു അരഞ്ഞു പോകുന്നില്ല കേട്ടോ. 1-2 കുരു അരഞ്ഞു പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന തന്നെയാണ്. എന്നാലും അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ കളറിലേക്ക് ഒരു കറുപ്പ് കളറും കൂടെ വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ജ്യൂസ് അരിക്കുന്ന അരിപ്പ് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലൂടെ നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്ന പൾപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജ്യൂസ് താഴേക്കും പോയിക്കോളും, കുരുവൊക്കെ അരിപ്പേ തന്നെ കിടക്കുകയും ചെയ്തോളൂ. ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ. അരിപ്പയിൽ ബാക്കിയുള്ള കുരുവിൽ ഇനിയും പൾപ്പ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ജാറിലേക്ക് ഇട്ടിട്ട് പൾസ് ചെയ്തെടുത്താൽ മതിയെ, കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള പൾപ്പും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടി അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കുരുവൊന്നും അധികം അരഞ്ഞു പോയിട്ടൊന്നുമില്ല, 1-2 കുരുവൊക്കെ അരഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊരു 2 കപ്പ് ജ്യൂസ് ഉണ്ട്, 1/2 ലിറ്റർ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ജ്യൂസിലേക്ക് നമ്മളൊരു 3 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്, 750 ഗ്രാം പഞ്ചസാര. ഇത്രയും പഞ്ചസാര എടുക്കുന്ന കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മുഴുവൻ നമ്മൾ ഒരാൾക്ക് കുടിക്കാനുള്ളതല്ല. സ്ക്വാഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ നമ്മൾ ഒരാൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാനുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 750 ml വെള്ളം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പഞ്ചസാരയൊക്കെ വെള്ളത്തിലൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചും കൂടെ വന്നോട്ടെ. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റും കൂടി ഒന്ന് തിളച്ചോട്ടെ, ഒന്ന് കുറുകി വന്നോട്ടെ. കുറുക്കി ഒരുപാട് തിക്കാക്കിയിട്ട് ഒരു നൂൽപ്പരുവൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്നങ്ങ് കുറുകി വന്നോട്ടെ. ഒരു 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നമ്മൾ ഇതുപോലെ തിളപ്പിച്ചിട്ട് കുറേ നേരം വെക്കുകയാണെങ്കിൽ പഞ്ചസാര ഒന്നങ്ങ് ഉറച്ചു പോവേ, ക്രിസ്റ്റലായി പോകും. അപ്പോൾ അതുപോലെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. 2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതാണ്. അത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ. ഒന്നങ്ങ് തണുത്തോട്ടെ, എന്നിട്ട് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ സ്ക്വാഷിന് നല്ലൊരു ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ കേടുകൂടാതെ സ്ക്വാഷ് കൂടുതൽ നാളെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ടും പറ്റും. ഇത് നമ്മൾ ഇതിലൊരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ സിറപ്പ് ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് മുഴുവനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1-2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കണം. ഇനി അതെല്ലാം നമുക്ക് കൂടുതൽ നാൾ സൂക്ഷിച്ചു വെക്കാനുള്ളതാണെങ്കിൽ
ഈ ഒരു ജ്യൂസ് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കേടാകാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്നങ്ങ് തിളപ്പിച്ചാൽ മതി. നമ്മൾ കൂടുതൽ നേരം തിളപ്പിക്കും തോറും ഇതിലുള്ള വൈറ്റമിൻ സി ഒക്കെ പോകുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ നാൾ സൂക്ഷിച്ചു വെക്കുന്നൊന്നുമില്ല. 1-2 ആഴ്ചകളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈനിങ് കൂടെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാരയിൽ എന്തെങ്കിലും കരട് ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മധുരമൊക്കെ നമ്മുടെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കുക. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഞ്ചസാര ലൈനിങ് ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം തണുത്ത് വരട്ടെ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചില്ലുപ്പിൽ ഒഴിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ 2 കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു വെക്കാണ്. ചില്ലുപ്പി തന്നെ എടുക്കണം കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ഒഴിച്ചു വെക്കരുത്. കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് അടപ്പ് വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെക്കണേ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നല്ലോണം തണുക്കട്ടെ കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ കുരു വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാണാൻ ഭംഗിയുണ്ടാവും. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു സ്ക്വാഷ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇതിൽ നിന്നൊരു 4 സ്പൂണൊക്കെ എടുത്തിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഡ്രിങ്കിന്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഐസ് ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കൂളിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചിയാ സീഡ് ഒന്ന് കുതിർത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. തണുത്തതോ ഇനി തണുപ്പ് വേണമെന്നില്ലെങ്കിൽ സാധാരണ വെള്ളം തന്നെ ഒഴിച്ചാലും മതി. ഇതിലേക്ക് നമ്മൾ ഇനി എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള പഞ്ചസാരയൊക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം അടിപൊളിയായിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ സ്ക്വാഷ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ഒരു സ്ക്വാഷ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്ത ഡ്രിങ്കിന്റെ റെസിപ്പി കാണാം. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകൊന്ന് മുറിച്ചിട്ട് 2 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 പുതിനേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി ഒന്ന് ഇടിച്ചും കൂടെ കൊടുക്കുക. മുളകിൻ്റെ ഫ്ലേവറൊക്കെ ജ്യൂസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ടൊരു 4-5 ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ക്വാഷിൽ നിന്നൊരു 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുള്ളതൊക്കെ നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ഇതേപോലെ സ്ക്വാഷ് ആക്കിയിട്ട് എടുത്തു വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളേ. അപ്പോൾ ഇതുപോലെയുള്ളൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.